22 ജനുവരിക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെ നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ 22,976 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ IDX ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഓൾറെഡി ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോൾ അപ്സൈഡിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഒരു ലൈക്ക് IDXനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ 22,976 താഴേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ആദ്യം പ്ലാൻ ചെയ്യുക. ഇനി ഈ മാർക്കറ്റ് ആദ്യം വരുന്നത് 23,296 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡിനായിരിക്കും പ്ലാൻ ചെയ്യുക. ഇതാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ള പ്രോപ്പർ ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ സെയിം ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ബാങ്ക് നിഫ്റ്റി 48,309. അതുപോലെ ഒരു ലിക്വിഡിറ്റി ഏരിയ 48,375 48,375. ഈ രണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇനി എല്ലാ മാർക്കറ്റിൽ 48,961 അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ, ഇതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ താഴേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ലെവൽസ്. ഇൻ കേസ് മാർക്കറ്റ് ഇതിന് രണ്ടിൻ്റെ ഗ്യാപ്പിലാണ് മാർക്കറ്റ് വരുന്നത്, മാർക്കറ്റ് അന്നത്തെ ദിവസം ക്രിയേറ്റ് ആവുന്ന ഹയർ ടൈം പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം. താങ്ക് യു.